ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ അപാര ടേസ്റ്റിലുള്ള ഒരു ഫിഷ് കുറുമയാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു ഒന്നൊന്നര ഐറ്റമാണ്. ഇതിൻ്റെ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ചോറിന് വേണ്ടിയിട്ടും ചപ്പാത്തിക്ക് വേണ്ടിയിട്ടും പത്തിരിക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ നെട്ടോട്ടമായിരിക്കും. അത്രയ്ക്ക് അപാര ടേസ്റ്റുള്ള ഒരു ഫിഷ് കുറുമയാണിത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക, 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക, പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കുക, ചെറിയ ജീരകം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതെല്ലാം പൊട്ടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. 2 ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളിയും കൂടി ചേർക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് അറ്റം പിളർന്ന് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കറിക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പിൻ്റെ അളവ് അറിയാൻ പാടില്ലാത്തവർ കുറേശ്ശെ ചേർത്തിട്ട് അവസാനം പോരാത്തത് മാത്രം ചേർത്ത് കൊടുക്കാം. ആദ്യമേ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അവസാനം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് പിങ്ക് സോൾട്ട് ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതലുള്ള സോൾട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. സവാള നന്നായിട്ട് സോഫ്റ്റായി കഴിയുമ്പോഴേക്കും അതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്ത് ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവ് കുറവ് വേണ്ടവർക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1/2 കപ്പ് അധികം പുളിക്കാത്ത തൈര് നന്നായിട്ട് ഉടച്ച് ചേർക്കുക. ആ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കാം. 1/2 കപ്പ് തൈരാണ് ഞാൻ ഉടച്ച് ചേർത്തത്. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ ദിശക്കട്ടിയുള്ള മീനാണ് എടുത്തിരിക്കുന്നത്. അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് 1 മണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ മീൻ കഷ്ണങ്ങൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇങ്ങനെ ഉപ്പും മഞ്ഞളൊക്കെ പുരട്ടി വെച്ചാൽ മീൻ കഷ്ണങ്ങൾക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്തിട്ട് മസാലയുമായിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് വയ്ക്കുക. അതിനുശേഷം മൂടി വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്യും. ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി കിട്ടും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയായ തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറുമയായതുകൊണ്ട് ഗ്രേവി കുറച്ച് തിക്കായിരിക്കും, പൊതിഞ്ഞിരിക്കുന്ന രൂപത്തിലായിരിക്കണം.
പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കൂടുതലുള്ള കുറച്ച് ലൂസായ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ലൂസാക്കി എടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് തുടരെ ഇളക്കി കൊടുത്ത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കോറിയാൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചീര, മല്ലിയില ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. 2 മിനിറ്റ് ഇതുപോലെ വഴറ്റി കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി മൂടി വെക്കരുത്, തുറന്ന് വെച്ചതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് വരെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിക്കായിട്ടുണ്ടാകും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് മീൻ കുറുമ സെർവ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷമാണ് ഇതെടുത്തിരിക്കുന്നത്. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ കുറുമയാണിത്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഇത് നമുക്ക് സാധാരണ വീടുകളിൽ ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഫങ്ഷനൊക്കെ നമ്മൾക്ക് ചോറിൻ്റെ സൈഡിൽ ഇതൊരു കഷ്ണം വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫങ്ഷനൊക്കെ നമുക്ക് ചോറിൻ്റെ സൈഡിൽ മീൻ കറി ഉണ്ടാവുമല്ലോ, അത് സാധാരണ ഉടമ്പുളിയിട്ട് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയാൽ വളരെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇത് ചോദിച്ച് വാങ്ങിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മീൻ കുറുമയ്ക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.